നമസ്തേ, ഞാൻ പ്രിയ വേണുഗോപാൽ. 2018 നവംബർ 13 അച്ഛൻ കൊടുത്ത പരാതി. ഇതിപ്പോ ഞാൻ പല തവണയായി പറയുന്നു. DGPക്ക് ആദ്യം നൽകിയ ആ പരാതിയിൽ കൃത്യമായി പേരെടുത്ത് പറഞ്ഞ 2-3 പേരുണ്ട്. മൊഴിമാറ്റിയ അർജുന്റെയും പേരുണ്ട്. ഈ വ്യക്തികളൊക്കെ തന്നെയാണ് പിന്നീട് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ പലതരത്തിലുള്ള കേസുകളിലായി പ്രതികളായി സമൂഹത്തിന് മുന്നിൽ വന്നിരിക്കുന്നത്. 1% സംശയം ആരെങ്കിലും സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ വേണ്ട നടപടി എടുത്തേനെ എന്ന് പറയുന്ന ലക്ഷ്മി, അച്ഛൻ കൃത്യമായി തന്നെ പേരെടുത്തു പറഞ്ഞ ഈ വ്യക്തികളെ ഒഴിവാക്കിയിരുന്നില്ല അവർ പിടിയിലാകുന്ന സമയം വരെ. അതിനുള്ള തെളിവുകൾ ലക്ഷ്മിയുടെ സുഹൃത്തുക്കൾ സംസാരിച്ച പല കാര്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ലഭ്യമാണ്. 2018 ഈ ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ വിഷമിച്ചിരുന്നത് പോലെ തന്നെ കൂടെയുള്ളവരെല്ലാവരും വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടിരുന്നതെങ്കിൽ ഇവിടെ സംശയിക്കാൻ കാരണങ്ങളൊന്നുമില്ല. ഓരോരുത്തർക്കും ഉള്ള ദുഃഖം, മോള് നഷ്ടപ്പെട്ട ദുഃഖം, ബാലുചേട്ടനും ലക്ഷ്മിയും സീരിയസ് ആയി അവിടെ കിടക്കുന്ന സമയത്തെ ദുഃഖം, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ബാലുചേട്ടൻ മരിച്ചതിന്റെ ദുഃഖം, ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ തോതിലായിരിക്കും അവരവരുടെ ബന്ധത്തിനനുസരിച്ച്. എന്നിരുന്നാലും അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇത് വളരെ സ്വാഭാവികമായി നടന്ന ഒന്നായിരുന്നെങ്കിൽ എല്ലാവരും ഒരുപോലെ ദുഃഖിതരായി ഇരിക്കുന്നതാണ് ഞങ്ങൾ കണ്ടിരുന്നതെങ്കിൽ, ദുഃഖിതരായി ഇരിക്കുക എന്നുള്ളതല്ല, അങ്ങനെ ഒരു സീൻ കാണുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പകരം ആ ദുഃഖമൊക്കെ മാറ്റി നിർത്തിയാണെങ്കിലും കൃത്യമായി വേണ്ടെടുത്ത് വേണ്ട രീതിയിൽ ഇടപെടുന്നതും നല്ല കാര്യങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ചെയ്യുന്നതുമായിരുന്നു കണ്ടിരുന്നതെങ്കിൽ ആരെയും സംശയിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. മറിച്ച് ഞങ്ങൾ കണ്ടത് 27-ാം തീയതിയാണെന്ന് തോന്നുന്നു വിഷ്ണു ദുബായിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്ന ആ ദിവസം ഇയാൾ ആദ്യം ചെയ്തത് ഞങ്ങളുടെ മുറിയിലേക്ക് വരുന്നു. അവിടെ ബാലുചേട്ടന്റെ അച്ഛനുണ്ട്, അമ്മാവന്മാരുണ്ട്, വലിയമ്മാവനും ഉണ്ട്, കൊച്ചമ്മാവനും ഉണ്ട്, ചിറ്റപ്പന്മാരുണ്ട്, ചിറ്റമാരുണ്ട്, ഞങ്ങളുണ്ട്. അവിടേക്ക് വന്നിട്ട് ഈ റൂം മാറണം എന്നാവശ്യപ്പെടുകയാണ്. അപ്പൊ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഒരു ചെറിയ റൂമിലോട്ട് മാറാം, അല്ലെങ്കിൽ പുറത്ത് ഹോട്ടൽ റൂമിലേക്ക് കുറച്ച് ഫ്രണ്ട്സ് മാറുന്നുണ്ട്, അപ്പൊ ഒന്നുകിൽ അങ്ങനെ ചെയ്യാം. 2 മുറികളാണ് എടുത്തിരുന്നത്. ഒരു പ്രസിഡൻഷ്യൽ സ്വീറ്റ് ആയിട്ട് 2 മുറികൾ, വലിയ മുറികളാണ് എടുത്തിരുന്നത് ഇത്രയും പേരുള്ളത് കൊണ്ട്. രണ്ടാമത്തെ മുറിയിൽ അർജുന്റെ ബന്ധുക്കളുണ്ട്, ലതയുണ്ട്, ലതയുടെ ബന്ധുക്കളുണ്ട്, ലക്ഷ്മിയുടെ അനിയൻ വന്നു പോവാറുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 റൂമുകളും ഒഴിഞ്ഞ് ചെറിയ റൂമുകളിലേക്ക് മാറുക. അവർ മാറുന്നുണ്ട്, നിങ്ങളും മാറുന്നതാണ് നല്ലത്. എന്തിനാണ് എന്ന് ഒന്നുകൂടെ ചോദിച്ചപ്പോൾ ചെലവ് കുറയ്ക്കാൻ എന്നാണ് പറഞ്ഞത്. അന്ന് വളരെ ഇത് കേട്ടിട്ട് കർക്കശമായി തന്നെ വല്യമ്മാവൻ ഉത്തരം പറഞ്ഞു, ബാലുചേട്ടന്റെ ഗുരു വല്യമ്മാവൻ തന്നെ ഉത്തരം പറഞ്ഞു, അത് വേണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം, ചെലവ് ഞാൻ നോക്കിക്കോളാം, നോക്കണ്ട, അതിന്റെ ആവശ്യമില്ല, ഞങ്ങൾ മാറുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞു. ആ സാഹചര്യത്തിലാണ് വിഷ്ണു സോമസുന്ദരത്തെ ഞങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഈ സംസാരത്തിന് തൊട്ടുപുറകെ പ്രകാശ് തമ്പി വന്നിട്ട് എന്താണെന്ന് അന്വേഷിക്കുന്നു. കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങളും എല്ലാവരും റിയാക്ട് ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്കും ഇല്ല, അതൊന്നും വലിയ കാര്യമൊന്നുമല്ല, അതൊന്നും നോക്കണ്ട, നിങ്ങൾ ഇവിടെ തന്നെ തുടർന്നാൽ മതി എന്ന് പറഞ്ഞ് നയത്തിൽ അതങ്ങ് ഒഴിവാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അർജുൻ മൊഴി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് വിഷ്ണു ഇടപെടുന്നത് കണ്ടത്. ബാലുവും ആഗ്രഹിക്കുക അതായിരിക്കും, അവനെ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പെടുത്തണമെന്ന് ബാലു ആഗ്രഹിക്കില്ല, അതുകൊണ്ട് ബാലുവിന്റെ പേര് പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ വിഷ്ണു പറഞ്ഞത്. പോലീസിന്റെ മുമ്പിലും ഇത് തന്നെ പറഞ്ഞത്. പിന്നീടൊരു സാഹചര്യം ഉണ്ടായത്, ബാലുചേട്ടൻ സ്റ്റേബിളായി, കോൺഷ്യസ് ആയിരുന്നു, സ്റ്റേബിൾ ആയി കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നിലനിൽക്കെ പെട്ടെന്നൊരു ദിവസം ഉച്ചയായപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെയും FM-ലൂടെയും ഒക്കെ വാർത്ത കേൾക്കുന്നത് ബാലഭാസ്കറിന്റെ കണ്ടീഷൻ വളരെ മോശമാണ്, അദ്ദേഹത്തിന് രക്തദാനം നടത്താൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക എന്ന് പറഞ്ഞൊരു നമ്പറും ഒക്കെ കൊടുത്തിരിക്കുന്നു, രക്തത്തിന്റെ ആവശ്യമുണ്ട്, സർജറി, ഒരു എമർജൻസി സർജറിയിലേക്ക് കടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതൊരു ഫേക്ക് ന്യൂസ് ആണെന്ന് കണ്ടുകൊണ്ട് അതന്വേഷിച്ച് ചെന്നപ്പോൾ ഈ പറഞ്ഞ പല ആർട്ടിസ്റ്റ് സുഹൃത്തുക്കളോടും ഒക്കെ ഇതേക്കുറിച്ച് ഞങ്ങൾ ചോദിക്കാൻ ചെന്നിരുന്നു. അങ്ങനെയൊക്കെ ചോദിച്ച് അവസാനം ചെന്നതും വിഷ്ണുവിലേക്ക് തന്നെയാണ്. അപ്പൊ ഏതോ ഒരു ഫ്രണ്ട് വെറുതെ പറഞ്ഞതാണെന്നോ, ഹിയർസേ വഴി അങ്ങനെ ചുമ്മാ എഴുതിയതാണോ എന്ന് പറഞ്ഞ് അതങ്ങ് ബ്രഷ് ഓഫ് ചെയ്തു. അപ്പൊ ഇങ്ങനെ പല സാഹചര്യങ്ങളിലും ഈ വ്യക്തിയെ കണ്ടതോടുകൂടി തന്നെയാണ് ഞങ്ങൾ കൊടുത്ത പരാതിയിൽ ഈ പേര് ഇടം പിടിച്ചത്. പ്രകാശ് തമ്പിയും ലതയും അവരും ഈ പരാതിയിൽ പേരുള്ളവരായിരുന്നു. പ്രകാശ് തമ്പി ആരാണ് വണ്ടി ഓടിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ തർക്കമാകുന്നു. അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എന്റെ ചേച്ചി
ഞങ്ങൾ ആ കൂട്ടത്തിൽ എല്ലാവരും നിൽക്കുമ്പോൾ ഇവരൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചേച്ചി പറയുന്നത് അത് വരുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു CCTV ഇമേജ് എവിടെങ്കിലും ഒന്ന് ക്യാപ്ചർ ആയിട്ടുണ്ടാവില്ലേ ഡ്രൈവർ സ്ഥാനത്തിരിക്കുന്നത് ആരാണെന്ന് കാണാൻ എന്ന് പറഞ്ഞതും ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഈ തമ്പിയും ജമീലും മറ്റൊരു സുഹൃത്തും സനിൽ രാജ് എന്ന പേരുള്ള മറ്റൊരു സുഹൃത്തും കൂടി പോയതായാണ് ഞങ്ങൾ അറിഞ്ഞത്. കൊല്ലം വരെ പോയി വന്നു. വൈകിട്ട് വന്നപ്പോൾ ഇവർ പോയി എന്ന് അറിഞ്ഞതിന് ശേഷം വൈകിട്ട് വന്നപ്പോൾ പേരപ്പൻ ചോദിക്കുകയും ചെയ്തു, ബാലുച്ചേട്ടൻ അച്ഛൻ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഒന്നും കിട്ടിയില്ല, റെലവെന്റ് ആയിട്ട് ഒന്നും കിട്ടിയില്ല, ഏതായാലും അവൻ തന്നെ ഓടിച്ചത്, അത്രയും നമുക്കറിയാം എന്ന് പറഞ്ഞ് അതങ്ങ് ഒഴിവാക്കി. അർജുൻ ഈ മൊഴി മാറ്റുന്നു, അല്ലെങ്കിൽ ആ ചടങ്ങ് സംഘടിപ്പിച്ചതിന്റെ ചില കാര്യങ്ങൾ ബാലുച്ചേട്ടന് മോൾക്ക് വേണ്ടി തന്നെ നടത്തിയ ചടങ്ങ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ആ കുടുംബത്തിന് വേണ്ടി തന്നെ നടത്തിയ ചടങ്ങ് എന്ന് പറഞ്ഞതിൽ നിന്നൊരു ഡീവിയേഷൻ വന്നത് ലതയുടെ സഹോദരി അവിടെ വന്നതോടുകൂടിയാണ്. ലതയുടെ സഹോദരി ശ്രീമതി രമണി അവിടെ വന്ന് ഞങ്ങളോട് സംസാരിച്ചപ്പോൾ അവരാണ് പറഞ്ഞത് അവരുടെ കൊച്ചുമകൾ, ഓസ്ട്രേലിയയിലുള്ള കൊച്ചുമകൾക്ക് വേണ്ടി അവര് ബുക്ക് ചെയ്തിരുന്ന ഒരു കൂത്താണ്. അപ്പോൾ അതേ സമപ്രായക്കാരിയായ തേജസ്വിനി കൂടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് എന്നാൽ മോൾക്കും കൂടി ആകട്ടെ എന്ന് തീരുമാനിച്ചതാണ്. കൂത്ത് എന്താണ്, കൂത്തിന്റെ കാര്യങ്ങൾ എന്താണ്, ആ ചടങ്ങ് എന്താണ് എന്നൊക്കെ അവർ കൂടുതൽ വിശദമായിട്ട് വല്യമാനോടൊക്കെ സംസാരിക്കുകയും ചെയ്തു. അന്ന് ഈ ലതയെ വിളിച്ച് വല്യമാവൻ കൂടുതൽ വിശദമായിട്ട് ചോദിച്ചപ്പോൾ ഇവര് ഉരുണ്ട് കളിക്കുന്നത് കണ്ടതുകൊണ്ട് തന്നെ ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സീനും അവിടെ ഉണ്ടായിരുന്നു. കാരണം നിങ്ങളൊക്കെ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ? കാരണം ലക്ഷ്മിക്ക് പങ്കെടുക്കാൻ കഴിയുമായിരുന്നില്ല ആ ചടങ്ങിന്. അതുകൊണ്ടാണ് ഹോട്ടൽ റൂമിൽ ഒരു 5-6 മണിക്കൂർ ലക്ഷ്മി തനിയെ ഇരുന്നത് എന്ന് പറയുന്നത്. അപ്പൊ മോളെയും കൊണ്ട് ബാലുചേട്ടൻ തനിയെ അത് അമ്പലത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചും ഒക്കെ ചോദിച്ചപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ചടങ്ങിന് മോൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് കരുതി ചെയ്യുന്ന ഒരു ചടങ്ങിന് ഇത്രത്തോളം ലാഘവത്തോടെ കാര്യങ്ങൾ ചെയ്യാമോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ, അതൊക്കെ തന്നെ ദുശകനമായി തോന്നില്ലേ എന്നൊക്കെ അമ്മാവനും അച്ഛനും ഒക്കെ ഇവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഇല്ല ലക്ഷ്മി ഒന്നും ചെയ്തിട്ടില്ല, ലക്ഷ്മി ഒന്നും തൊട്ടിട്ടില്ല, ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തത്. അപ്പോൾ എന്താണെങ്കിലും ഇതൊന്നും ശരിയായ രീതിയല്ല, നിങ്ങൾ മുതിർന്നൊരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഇടപെട്ട രീതി ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ സംസാരമുണ്ടായിരുന്നു. അതേ തുടർന്ന് ഈ അർജുൻ മൊഴി മാറ്റുന്ന സാഹചര്യമായപ്പോഴും ഇവരാരും ഇടപെടുന്നില്ല. അപ്പൊ ഇതുവരെയുള്ള കാര്യം പോട്ടെ, ഇത് അവരുടെ തന്നെ കുടുംബത്തിലെ ഒരു പയ്യൻ, ആ പയ്യൻ തന്നെ ഡ്രൈവർ ആയിരുന്ന ഒരു സാഹചര്യം, ആ പയ്യനെ ഇവിടെ ഡ്രൈവറായിട്ട് അയച്ചതും ഇവർ തന്നെയാണ്. ഡ്രൈവറായിട്ട് എന്നുള്ളതല്ല, ജോലി വാങ്ങിച്ചു കൊടുക്കാനെന്ന് പറഞ്ഞ് അയച്ചതും ഇത് ലക്ഷ്മിയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ മൊഴിയിലുള്ളതാണ്. ഇപ്രാവശ്യം തിരുത്തിയിട്ടുണ്ട്, ലത ചേച്ചി പറഞ്ഞിട്ടല്ല, ബാലു തന്നെ തീരുമാനമെടുത്തു കൊണ്ടുവന്നതാണ്. അപ്പോൾ അവരുടെ തന്നെ കുടുംബത്തിലെ ഒരു പയ്യൻ പറയുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവർക്കൊരു ഓണർഷിപ്പ് ഉണ്ടാവേണ്ടതല്ലേ? ന്യായമായും അവർ അത് തിരുത്താനോ അല്ലെങ്കിൽ ഗുണദോഷിക്കാനോ ഒക്കെ ആ സമയത്ത് ശ്രമിക്കേണ്ടതല്ലേ? അവർക്ക് സത്യം അറിയാമെന്നിരിക്കെ അതിനൊന്നും അവർ ഇടപെടുന്നത് കാണുന്നുമില്ല ഇന്നേ വരെയും. കാരണം നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു, അനന്തപുരിയിലെ ചികിത്സയ്ക്ക് ശേഷം അർജുൻ പോയത് നേരെ പൂന്തോട്ടം ആശ്രമത്തിലേക്കാണ്, പൂന്തോട്ടം ആയുർവേദ ആശ്രമത്തിലാണ്. അവിടുത്തെ ചികിത്സയ്ക്ക് ഡോക്ടർ രവീന്ദ്രനാഥ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വ്യക്തമായി കുറെ ചികിത്സാ ചെലവും ഒക്കെ ഉൾപ്പെടെയാണ് MACT കേസ് അച്ഛനും അമ്മയ്ക്കും ലക്ഷ്മിക്കുമെതിരെ പിന്നീട് അർജുൻ ഫയൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിലെല്ലാം പൂന്തോട്ടം കുടുംബം അയാളുടെ ചുറ്റും തന്നെയുണ്ട് എന്ന് മാത്രമല്ല, 2019 ഇവരൊക്കെ തമ്മിലുള്ള ഫേസ്ബുക്ക് കമന്റുകളും തമാശകളും ഗോവയിൽ പോയതിന്റെ ഒരു യാത്രയുടെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞതുമൊക്കെ, അതായത് ഇവർ കസിൻസ് അർജുനും ലതയുടെ മകൻ ജിഷ്ണുവും ഒക്കെ ഉൾപ്പെടെയുള്ളവരെല്ലാവരും വളരെ രസകരമായി നടത്തുന്ന സംഭാഷണങ്ങളൊക്കെ ഫേസ്ബുക്കിലൊക്കെ കണ്ടതാണ്. അപ്പോഴും ഇവരൊന്നും തമ്മിൽ ബന്ധമില്ല എന്നുള്ള രീതിയിൽ അർജുനെ ഒന്ന് ശാസിക്കാനോ ഗുണദോഷിക്കാനോ ആരുമില്ല. ബന്ധമൊക്കെ അതുപോലെ നിലനിൽക്കുന്നുണ്ട്. ലത ഇവിടെയുണ്ട്, അർജുൻ അവിടെ പൂന്തോട്ടത്തിലുമുണ്ട്. പക്ഷെ കേസിന്റെ കാര്യത്തിൽ ആർക്കും ഇടപെടാൻ കഴിയില്ല. ആ കേസ് അമ്മയും അച്ഛനും മാത്രം. ലക്ഷ്മി ഇതുവരെ അതിന് റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഇന്ന് വരെയും ഞങ്ങളുടെ വിവരം. MACT തൃശൂർ കോടതിയിൽ അത് നടത്തിക്കുന്നത് ബാലുചേട്ടന്റെ അമ്മയും അച്ഛനും മാത്രമാണ്. ഈ സാഹചര്യങ്ങളൊക്കെ തുടരെയാണ്. ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്ന പോലെ, എപ്പോഴും എടുത്തെടുത്ത് പറയുന്നത് പോലെ, സോഷ്യൽ മീഡിയ വഴി, ഓൺലൈൻ മീഡിയ വഴി, ഫേസ്ബുക്ക് വഴി ഒക്കെ കുടുംബത്തിനെതിരെ വളരെ പിൻ പോയിന്റഡ് ആയിട്ടുള്ള ഹരാസ്മെന്റ് തുടങ്ങിയത്, സോഷ്യൽ മീഡിയ ബുള്ളിയിങ് തുടങ്ങിയത്. ഞങ്ങൾ അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. ഞങ്ങളത് ഈ ആൾക്കാർ നടത്തുന്ന ഒരു കാര്യം എന്ന് മനസ്സിലാക്കി അതും കൂടെ സൂചിപ്പിച്ചുകൊണ്ടാണ് ലക്ഷ്മിയുടെ കാര്യത്തിൽ സുരക്ഷ വേണം, സംരക്ഷണം വേണം എന്ന് കരുതി കേസിലേക്ക്
നടപടിയായി മുന്നോട്ട് പോയത്. ഇപ്പോൾ ഞങ്ങൾക്കെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം ബാലഭാസ്കറിന്റെ പേര് ഇതിലേക്ക് വലിച്ചഴിച്ചു എന്നുള്ളതാണല്ലോ. ലക്ഷ്മി മിണ്ടാതിരുന്നത് ഒരുപക്ഷെ ബാലുചേട്ടന്റെ പേര് സേവ് ചെയ്യാനായിരിക്കും, ഇമേജ് സേവ് ചെയ്യാനായിരിക്കും എന്നാണല്ലോ. ഒരിക്കൽ കൂടി പറയട്ടെ, അന്ന് ആ പരാതിയുടെ ഭാഗമായിരുന്നു ലക്ഷ്മിയെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരും തമ്പി, വിഷ്ണു, അർജുൻ, ലത ഇവരുടെയൊക്കെ പേരിലുള്ള കേസുകൾ പിന്നീട് വരില്ലായിരുന്നു. കാരണം പ്രത്യക്ഷത്തിൽ അവർ ഈ കേസുകളുമായി നേരിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് അതിനുശേഷമാണല്ലോ. അന്നത് ചെയ്യാതെ ഞങ്ങളോട് കേസുമായി മുന്നോട്ട് പോകണമെന്ന് പറയുകയും ചെയ്ത സ്ഥിതിക്ക് എന്തായിരുന്നു അപ്പോൾ ഉദ്ദേശിച്ചിരുന്നത് എന്ന് ഇന്നും വ്യക്തമല്ല. അർജുൻ മൊഴി മാറ്റിയത് അറിയണം എന്ന് തന്നെ പറഞ്ഞ് കേസ് കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ കേസിന്റെ ഭാഗമായിട്ടില്ല ലക്ഷ്മി, ഒരു വിറ്റ്നസ് എന്നുള്ള നിലയിലല്ലാതെ. പല കമന്റ്സിലും കണ്ടു ലക്ഷ്മിയുടെ വീട്ടുകാരും ഒരു കേസ് നടത്തുന്നുണ്ടെന്ന്. അവർ കേസ് നടത്തുന്നതല്ല, അത് സ്വാഭാവികമായി വരുന്ന ഒരു ആക്സിഡന്റ് കേസിലുള്ള FIR ആണ്. FIRലെ ഫസ്റ്റ് ഇൻഫോർമന്റ് ആണ് ലക്ഷ്മിയുടെ സഹോദരനായ പ്രസാദ്. അപ്പൊ അത് വളരെ നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു ലക്ഷ്മി കോടതിയിൽ അപ്പിയർ ചെയ്തതും ആ കേസിലാണ്, ഞങ്ങൾ കൊടുത്ത കേസിലല്ല. വക്കീൽ വിചാരണ നടത്തി അല്ലെങ്കിൽ വിസ്തരിച്ചു എന്ന് പറയുന്നതൊക്കെ ആ കേസിലാണ്. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് അർജുനെതിരെയുള്ള FIR എന്ന് പറയുന്നത്. ഞങ്ങളുടെ കേസിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവരെല്ലാവരും സാക്ഷികൾ മാത്രമാണ്. ഞങ്ങൾ എല്ലാവരും സാക്ഷികളാണ്. ഇതിൽ കൃത്യമായിട്ടൊരു പ്രതിയെ പിൻ പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ FIR പ്രകാരം തന്നെ അർജുൻ തന്നെയാണ് എന്ന് മാത്രം. ഈ കാര്യങ്ങളൊക്കെ നിലനിൽക്കെ എല്ലാവരും ബാലുചേട്ടന്റെ പേര് കള്ളക്കടത്തുകാരനാണ്, അതിന്റെ വളരെ എന്താ പറയാ അവിഭാജ്യ ഘടകമാണ്, അല്ലെങ്കിൽ അതിലെ ഒരു കണ്ണിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ വീണ്ടും തലക്കെട്ടുകൾ വരുന്ന സമയത്ത് ഞങ്ങൾ അന്ന് 2019 ആ വാർത്ത വായിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സെങ്ങനെ പൊള്ളിയോ അതേപോലെ തന്നെയായിരുന്നു ഇമ്മീഡിയറ്റ് റിയാക്ഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെയുള്ള വാർത്തകൾ വായിച്ചപ്പോൾ. പക്ഷെ പിന്നീട് മനസ്സിലായി ഒരു വ്യക്തിയുടെ സ്റ്റേറ്റ്മെന്റ് മാത്രം വെച്ചിട്ട് വളരെ വിദഗ്ധമായ രീതിയിൽ അതേ പറ്റിയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തതിന്റെ ഉദ്ദേശമൊക്കെ ഇപ്പോ ഞങ്ങൾക്കും നന്നായിട്ട് അറിയാം, സാധാരണക്കാർക്കും നന്നായിട്ട് മനസ്സിലാകും. ഇവിടെ വീണ്ടും ചർച്ച ചെയ്യാൻ എല്ലാവരും മടിക്കുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നുന്നത് അർജുനെ പറ്റിയാണ്, വിഷ്ണുവിനെ പറ്റിയാണ്. അർജുന്റെ പോളിഗ്രാഫ് ടെസ്റ്റിന്റെ വിശദാംശങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. ബിഹേവിയറൽ അസസ്മെന്റിൽ അങ്ങനെയുള്ള ഈ പ്രയർ ടു പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തിയ ടെസ്റ്റുകളുടെ അനുമാനത്തിൽ ആണ് സോബി ജോർജ് നുണ പറഞ്ഞു എന്നുള്ളത് CBI ലീക്ക് ചെയ്ത് വലിയ വാർത്തയായത്. പോളിഗ്രാഫ് ടെസ്റ്റ് നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് വാർത്തയായില്ല. പക്ഷെ അർജുന്റെ കേസിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ പോളിഗ്രാഫ് ടെസ്റ്റിൽ ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പോളിഗ്രാഫ് ടെസ്റ്റിൽ ബിഹേവിയറൽ അസസ്മെന്റ് നടത്തുന്ന സമയത്ത് he was repeating the same story about Balabhaskar visiting his auntie's home and about Pooja. He could not describe any details about the accident. Incident and post-incident part he tried to avoid throughout the interview. He was taking too much time to answer each question. ആ സംഭവത്തെക്കുറിച്ച്, ആക്സിഡന്റ് നടന്ന ആ ഒരു സാഹചര്യത്തെക്കുറിച്ചോ ആ സംഭവത്തെക്കുറിച്ചോ അത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ചോ പറയാൻ അർജുന് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കാനും അർജുൻ ശ്രമിച്ചിരുന്നു. ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ ഒരുപാട് സമയമെടുത്തിരുന്നു. ഇതൊക്കെ വളരെ വ്യക്തമായ സൂചനകളല്ലേ? കാരണം നമുക്ക് തർക്കമുള്ളത് അല്ലെങ്കിൽ നമുക്ക് സംശയമുള്ളത് സ്വാഭാവികമായിട്ടുള്ള അപകടമാണോ അല്ലെങ്കിൽ ആരെങ്കിലും വരുത്തിവെച്ച അപകടമാണോ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഉറങ്ങിപ്പോയി എന്ന് ആദ്യം കണ്ടെത്തിയതാണ് ക്രൈംബ്രാഞ്ച്. അർജുൻ തന്നെയാണ് ഓടിച്ചത് എന്ന് ഫോറൻസിക് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിച്ചു. പക്ഷേ ഉറങ്ങിപ്പോയിട്ട് വരുത്തിവെച്ചതാണ്. അത് കഴിഞ്ഞു പറഞ്ഞു റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഡ്രൈവിംഗ് അതിന്റെയാണ്, ഉറങ്ങിപ്പോയതല്ല. മിസ് ജഡ്ജ്മെന്റ് ആയിരിക്കാം അല്ലെങ്കിൽ ക്ഷീണം കൊണ്ടുവന്ന സംഭവമായിരിക്കാം എന്ന് മാത്രം ഒരു എക്സ്പേർട്ടിനെ കൊണ്ട് ഒരു റിപ്പോർട്ടിൽ അങ്ങനെയും പറയിച്ചിട്ടുണ്ട്. ലക്ഷ്മിയുടെ മൊഴിയിൽ നമ്മൾ മീഡിയയിലൂടെ കേട്ടതിലും പറയുന്നുണ്ട് പകച്ചിരിക്കുന്നത് കണ്ടു. ഇതാണ് ലക്ഷ്മിയുടെ ലാസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദാറ്റ് ഈവന്റ്. ആ പകച്ചിരുന്നതിനുള്ള കാരണം എന്തുകൊണ്ട് ആരും അന്വേഷിക്കുന്നില്ല? അർജുൻ അതേപ്പറ്റി സംസാരിച്ചിട്ടില്ല. അർജുൻ അതേപ്പറ്റി സംസാരിക്കാത്തിടത്തോളം കേസ് എങ്ങനെയാണ് പൂർണ്ണമാകുന്നത്? അന്വേഷണം എങ്ങനെയാണ് പൂർണ്ണമാകുന്നത്?
ബാലുചേട്ടൻ ആ സമയത്ത് ഉറക്കമായിരുന്നു എന്ന് പറയുന്നു. ഉറങ്ങിയതാണോ മയക്കിയതാണോ എന്നുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുന്നു. കാരണം ജ്യൂസ് ഷോപ്പിൽ സംഭവിച്ചത് എന്താണെന്നുള്ളതിനെ കുറിച്ച് ക്ലാരിറ്റി നമുക്ക് ഇപ്പോഴും ഇല്ല. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ അവൈലബിൾ ആക്കിയിട്ടില്ല. അതും നമുക്കറിയാം. ആ തുടക്കത്തിൽ തന്നെ ഇവര് അത് ഇടപെടാൻ ശ്രമിച്ചതും പ്രകാശ് തമ്പിയൊക്കെ അത് ഹാർഡ് ഡിസ്ക് എടുക്കാൻ ശ്രമിച്ചതും അത് കഴിഞ്ഞിട്ട് അത് തിരിച്ചു കൊണ്ടുകൊടുത്തപ്പോഴത്തേക്കും അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല. പാസ്വേഡ് ആക്സസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ ഉള്ളൊരു ഏരിയയാണ് ആ അന്വേഷണത്തിന്റെ കാര്യത്തിൽ ആ CCTVയുമായി ജ്യൂസ് ഷോപ്പുമായി ബന്ധപ്പെട്ട്. CBI സംഘം വന്നപ്പോഴേക്കും ആ അന്നത്തെ ദൃശ്യങ്ങളെ അവൈലബിൾ അല്ല. പിന്നീടുള്ള ദൃശ്യങ്ങളെ അവിടുത്തെ CCTVയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ കിട്ടിയ ഹാർഡ് ഡിസ്കിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അവരുടെ കണ്ടെത്തൽ. അപ്പോൾ നമുക്കിപ്പോഴും കൃത്യമായ വിവരമില്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ജ്യൂസ് ഷോപ്പിൽ എന്താണ് നടന്നതെന്നുള്ളത്. സമയത്തെക്കുറിച്ചോ അവിടെ സ്പെൻഡ് ചെയ്ത സമയത്തെക്കുറിച്ചോ ഇവരാര് എന്ത് കുടിച്ചു എന്നുള്ളതിനെ കുറിച്ചോ. കാരണം ലക്ഷ്മി ആദ്യം ഒരു ന്യൂസ് 18 കൊടുത്തുള്ള ഒരു ഓഡിയോ ബൈറ്റിൽ പറയുന്നുണ്ട്, രണ്ടുപേരും പുറത്തിറങ്ങി ബാലു പുറകിലേക്ക് തിരിച്ചു കയറി എന്നാണ്. പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ബാലുചേട്ടൻ പുറകിൽ തന്നെ ഇരുന്നു, അർജുൻ പോയി തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും ധാരണയൊന്നുമില്ല. ബാലുചേട്ടൻ ജ്യൂസ് കുടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പകുതി ഇവർ കുടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ആ ജ്യൂസിൽ ബാലുചേട്ടൻ കുടിച്ച ഭാഗത്തിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, എന്തെങ്കിലും ബാലുചേട്ടന്റെ ഉള്ളിലേക്ക് പോയിരുന്നോ, അതുകൊണ്ട് വന്ന ഒരു മയക്കമായിരുന്നു. കാരണം ആ ചെറിയ സമയത്തിനുള്ളിൽ ഡീപ് സ്ലീപ്പിലേക്ക് പോവുക. ലക്ഷ്മി അലറി എന്ന് പറയുന്നു, ഗിയർ ബോക്സിൽ അടിച്ചു എന്ന് പറയുന്നു. ഇതൊന്നും കേൾക്കാതെ ഓഫ് റോഡിൽ ആ വോബ്ലി ഫീലിംഗ് ലക്ഷ്മിക്ക് ഉണ്ടായി എന്ന് പറയുന്നു. അപ്പൊ കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചുകൂടെ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. സീറ്റ് ബെൽറ്റ് ഒന്നും ഇല്ലാതെ കിടക്കുകയാണ് ബാലുചേട്ടൻ. എന്നിട്ടും ബാലുചേട്ടൻ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയണമെങ്കിൽ ഒരു ഡീപ് സ്ലീപ്പിലേക്ക് പോയിട്ടുണ്ടാവണമല്ലോ. പക്ഷെ അപ്പോ വിഷ്ണു നമ്മളോട് പറഞ്ഞിരുന്നു ബാലുചേട്ടൻ ഓൺലൈൻ ആയിരുന്നു, വെളുപ്പിനെ വരെ ചാറ്റ് ചെയ്തിരുന്നു. അത് ഇഷാൻ ദേവും പറഞ്ഞതായി നമുക്കറിയാം, ഓൺലൈൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെയൊക്കെ ഇരിക്കെ ആ ഭാഗം നമുക്ക് ഒട്ടും ക്ലിയർ അല്ലാതിരിക്കെ നമുക്ക് ആകെ റിലൈ ചെയ്യാൻ പറ്റുന്ന മൊഴി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യം ഉള്ള ഒരു മൊഴി എന്ന് പറയുന്നത് അർജുൻ്റേത് തന്നെയാണ്. പക്ഷെ അർജുൻ കൃത്യമായി ആ ഭാഗമാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ മടി കാണിച്ചിട്ടുള്ളത്, അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് അന്വേഷണം പിന്നീട് അതിലേക്ക് പോയില്ല? അർജുൻ എന്തുകൊണ്ടാണ് ഇത്രത്തോളം പ്രൊട്ടക്റ്റഡ് ആയത് എന്നുള്ളത് ഇപ്പോഴും വലിയൊരു മിസ്റ്ററി തന്നെയാണ്. ഈ ചർച്ച വന്നതിന് ശേഷവും, ഈ പോളിഗ്രാഫ് ടെസ്റ്റിലെ റിപ്പോർട്ട് വന്നതിന് ശേഷവും ആ ഭാഗമൊന്നും ആരും ചർച്ച ചെയ്താൽ ഞാൻ കാണുന്നില്ല. കഴിഞ്ഞ ദിവസത്തെ കുറച്ച് പാറ്റേൺ വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. അർജുൻ അവിടെ പകച്ചിരിക്കുന്നതിന് മറ്റൊരു കാരണം ഉണ്ടായിരുന്നെങ്കിലോ? ഒരു ദൃക്സാക്ഷി മൊഴിയിൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്നു എന്ന് പറയുന്നതിന്, അല്ലെങ്കിൽ സൈഡ് കൊടുക്കാത്ത വിധം അർജുൻ ഓടിച്ചിരുന്നു എന്ന് പറഞ്ഞതിന് അർജുൻ അല്ലാതെ വണ്ടിയിൽ ഉണ്ടായിരുന്ന മറ്റെന്തെങ്കിലും ഒരു ഫാക്ടർ കാരണമായിരുന്നു? നമുക്കറിയാത്ത കാര്യമാണിത്. ഇതേക്കുറിച്ച് കൂടുതൽ പറയേണ്ടത് അർജുൻ തന്നെയാണ്. പക്ഷെ അർജുൻ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. സംശയിക്കാനൊന്നുമില്ല എന്ന് കൺക്ലൂഡ് ചെയ്യാൻ ഏതായാലും ഈ പോളിഗ്രാഫ് റിസൾട്ട് വച്ച് മാത്രം തന്നെ പറയാൻ നമുക്ക് സാധ്യമല്ല. അതോടൊപ്പം ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ് വിഷ്ണു കൊടുത്ത മറ്റൊരു മറുപടി. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചത് തന്നെയാണ്. ബാലുചേട്ടൻ അറിയാമായിരുന്നോ കള്ളക്കടത്തിനെ കുറിച്ച്? നോ എന്ന വിഷ്ണു പറഞ്ഞ മറുപടി കള്ളമാണ് എന്ന് പോളിഗ്രാഫ് ടെസ്റ്റിൽ വന്നത്. അതിന്റെ രണ്ട് സാധ്യതകളുണ്ട്. ബാലുചേട്ടൻ അറിഞ്ഞു നടത്തിയിരുന്നതാണോ, ബാലുചേട്ടൻ അറിഞ്ഞതിന്റെ പേരിലാണോ ബാക്കിയുള്ള സംഭവങ്ങൾ? ഈ രണ്ട് ദിശയിലേക്കും ചോദ്യങ്ങൾ പിന്നീട് പോയിട്ടില്ല. എന്തുകൊണ്ട്? വിഷ്ണുവോ അർജുനോ പറഞ്ഞ കള്ളമെന്ന് തെളിഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ട് മീഡിയയ്ക്ക് ലഭ്യമായില്ല? അന്ന് സോബി ജോർജ് മാത്രം എന്തുകൊണ്ട് കള്ളനായി? അപ്പോൾ നോക്കുമ്പോൾ അർജുൻ, വിഷ്ണു, സാക്ഷിമൊഴികൾ, അജിയുടെയും സോബിയുടെയും നേരത്തെ പറഞ്ഞ പ്രവീൺ എന്ന് പറഞ്ഞ ആളുടെയും ഒക്കെ മൊഴികൾ, നന്ദു, പ്രണവ്, ഈ രണ്ട് വ്യക്തികളുടെ മൊഴികൾ എടുക്കാതെ പോയതിന്റെ കാരണങ്ങൾ, ദൃക്സാക്ഷികൾ എന്ന് ആദ്യഘട്ടത്തിൽ വന്നവരെല്ലാവരും ബാലഭാസ്കറിനെ തന്നെയാണ് ഡ്രൈവർ സീറ്റിൽ കണ്ടത് എന്ന് ഉറപ്പിച്ചു പറഞ്ഞ് ബാലഭാസ്കർ ഡ്രൈവ് ചെയ്ത് വരുത്തി വെച്ച ആക്സിഡന്റ് എന്ന് എഴുതി തള്ളാൻ ശ്രമിച്ച ലോക്കൽ പോലീസിന്റെ ആദ്യത്തെ നടപടി, അത് കഴിഞ്ഞിട്ട് വന്ന ആറ്റിങ്ങൽ DYSPയുടെയും അന്വേഷണം, ഇതൊന്നും രണ്ടാമത് റീവിസിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഓരോ അന്വേഷണത്തിലും.
ചോദ്യം ചെയ്യപ്പെടാവുന്ന കാര്യങ്ങളെ ആദ്യഘട്ടത്തിൽ വന്ന സ്റ്റേറ്റ്മെന്റുകളെ അതൊന്ന് ക്ലിയർ ചെയ്ത് രണ്ടാമത്തെ ഘട്ടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇതിനെയൊക്കെ പുറമെയാണ് മറ്റൊരു വലിയ കാര്യം ഞാൻ പറഞ്ഞത്, LIC പോളിസി. LIC പോളിസി തൊട്ടിട്ടില്ല. അതിലെ സയന്റിഫിക് എവിഡൻസ്, അതായത് ആ ഒപ്പുകൾ പരിശോധിക്കുക എന്നൊരു നടപടിയിലേക്ക് പോയിട്ട് തന്നെയില്ല. അതിൽ യാതൊരു സംശയവുമില്ല എന്ന് വിഷ്ണുവിന്റെ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തി, ലക്ഷ്മി അത് സപ്പോർട്ട് ചെയ്തതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം CBI കണ്ടെത്തിയിരിക്കുകയാണ് എന്നൊക്കെയാണ് അതിനകത്ത് തന്നെ പറയുന്നത്. വി ഹവ് ഫൗണ്ട് ഔട്ട് എന്ന് പറഞ്ഞത്. ഫൈൻഡ് ഔട്ട് ചെയ്യാനൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അവരുടെ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നു, അത് വിശ്വസിച്ച് കൺക്ലൂഡ് ചെയ്യുന്നു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഞങ്ങള് കണ്ടൻഷൻ പറഞ്ഞ കാര്യങ്ങൾ, സംശയം സൂചിപ്പിച്ച കാര്യങ്ങൾ, ഇതൊന്നും പരിശോധിക്കപ്പെടാതെ തന്നെയാണ് ഇതിലൊക്കെ തീർപ്പാക്കിയിരിക്കുന്നത്. ഈ LIC പോളിസി വേണ്ടതൊക്കെ ചെയ്ത് ലക്ഷ്മിയുടെ ഒപ്പോടുകൂടി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വിഷ്ണു ആദ്യഘട്ടത്തിൽ മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. 2021 മാർച്ചിൽ തന്നെ ആ LIC പോളിസിയുടെ തുക 96 lakhs ലക്ഷ്മിയുടെ അക്കൗണ്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്തതായി LICയുടെയും ഇൻഫർമേഷൻ ഉണ്ട്. ഈ തീർപ്പാക്കിയത് LICയുടെ ഉള്ളിൽ തന്നെ വലിയൊരു ഇന്റേണൽ ഓഡിറ്റിന് കാരണമായ ഒരു സ്റ്റാഫിനെ പുറത്താക്കേണ്ടി വന്ന ഒരു കേസിലാണ് എന്നത് ഒന്നുകൂടി എടുത്ത് ചിന്തിക്കണം. CBI ബാലഭാസ്കർ വളരെ ധൃതി വെച്ച് ഒപ്പിട്ടതാണ്, സംശയിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒരു ലെറ്റർ നൽകിയാണ് ഈ എമൗണ്ട് റിലീസ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ വിറ്റ്നസസ് അർജുൻ, വിഷ്ണു, LIC, പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് യാത്രയുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ. എല്ലാവരും കമന്റ് എഴുതുന്ന സമയത്ത് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പല ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ ഓൾറെഡി നൽകിയതായതുകൊണ്ട് തന്നെയാണ് വീഡിയോയിലൂടെ അത് വീണ്ടും പറയാത്തത്. ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും പോസ്റ്റുകളായി അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസേഴ്സിന് കൊടുത്ത മൊഴികളായി ഒക്കെ അവരുടെ രേഖകളിലും ഒക്കെ അവൈലബിൾ ആണ്. ആർക്ക് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ്. ഞങ്ങൾ കൊടുത്ത മൊഴികളിലൊന്നും ഒരു മാറ്റവും ആദ്യഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും ക്രൈംബ്രാഞ്ചിന്റെ കാര്യത്തിലും സോഷ്യൽ മീഡിയയുടെ കാര്യത്തിലാണെങ്കിലും ഉണ്ടായിട്ടില്ല എന്നത് ഞങ്ങൾ അഭിമാനത്തോടെ തന്നെ പറയട്ടെ. തിരുത്തുകൾ ഓരോ ഘട്ടത്തിലും വരുത്തിയ സ്റ്റേറ്റ്മെന്റുകൾ ഏതാണ് എന്നുള്ളതും ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണത് എടുത്തു പറഞ്ഞത്. ഞങ്ങൾ സംശയിച്ച കാര്യങ്ങൾ, ഉന്നയിച്ച ചോദ്യങ്ങൾ ഒക്കെ അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ യാത്രയുടെ കാര്യത്തിൽ അതിന്റെ ഒരു ഇമോഷണൽ ആംഗിൾ ബാലുചേട്ടന്റെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം തുടങ്ങുന്നത് എവിടാന്ന് വെച്ചാൽ, ഏത് യാത്ര പുറപ്പെടുന്നതിന് മുമ്പും ബാലുചേട്ടന്റെ അച്ഛനെ ഒന്ന് വിളിക്കും. ബാലുചേട്ടൻ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുകയാണ്, ഇന്ന സമയത്ത് എത്തും എന്ന് പറയും. കഴിഞ്ഞിട്ടും അതേപോലെ ഒരു കോൾ വരും. വളരെ ബ്രീഫ് ആയിട്ടുള്ള കോൾസ്. അന്ന് 24-ാം തീയതി വൈകിട്ട് സന്ധ്യയ്ക്ക് അമ്പലത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് അമ്പലത്തിലേക്ക് പോവുകയാണ്, നിങ്ങൾ നാളെ വരുള്ളൂ എന്ന് പറഞ്ഞാണ് ബാലുചേട്ടന്റെ ലാസ്റ്റ് കോൺവെർസേഷൻ. ഈ യാത്രയ്ക്ക് അന്നേ ദിവസം തിരിച്ചു വരിക എന്നൊരു കൃത്യമായ ധാരണ ഉണ്ടായിരുന്നില്ല. എങ്ങാനും ഈ ചടങ്ങ് വൈകിയാൽ നമ്മൾ അവിടെ സ്റ്റേ ബാക്ക് ചെയ്യും, അല്ലെങ്കിൽ അന്നേ ദിവസം തന്നെ തിരിച്ചു വരും. ഇതാണ് ധാരണ എന്നാണ് ലക്ഷ്മിയുടെ മൊഴി. പക്ഷേ ഇത്തവണത്തെ മൊഴികളിൽ അവിടുത്തെ ഒരു മാനേജർ പറഞ്ഞിരിക്കുന്നത്, ഉച്ചയ്ക്ക് വന്ന ബാലഭാസ്കർ രാത്രി 10:30 പുറപ്പെടും എന്ന് പറഞ്ഞ് ഡിസ്കൗണ്ട് ഉൾപ്പെടെ വാങ്ങിച്ചു. മുഴുവൻ നേരം ഉപയോഗിക്കാത്തത് കൊണ്ട് കുറച്ച് രൂപ ഡിസ്കൗണ്ട് തരണം എന്ന് പറഞ്ഞ് ഡിസ്കൗണ്ട് ഉൾപ്പെടെ വാങ്ങിച്ചു എന്നാണ് മാനേജറുടെ മൊഴി. അപ്പോൾ ബാലുചേട്ടൻ അറിയാമായിരുന്നു രാത്രി 10:30 പുറപ്പെടുമെന്ന്? ഇല്ല എന്നാണ് ലക്ഷ്മിയുടെ മൊഴി. കാരണം ചടങ്ങ് തീരുന്നതിനനുസരിച്ചാണ് ഇവർ തീരുമാനം എടുക്കാനിരുന്നത്, പുറപ്പെടണോ വേണ്ടിയോ എന്നുള്ളത്. റെസീപ്റ്റിൽ ചെക്ക്ഔട്ട് ടൈം എന്ന് പറയുന്നത്, എക്സ്പെക്റ്റഡ് ചെക്ക്ഔട്ട് ടൈം എന്ന് പറയുന്നത് 25th ആണ്. ഡേറ്റ് എഴുതിയിരിക്കുന്നത് 25th ആണ്, തൊട്ടടുത്ത ദിവസമാണ്. പക്ഷെ ഇവർ പുറപ്പെട്ടത് രാത്രി 10:30-ക്കാണ്. ബാലുചേട്ടൻ കാണാനിരുന്ന ഒരു വ്യക്തിയുണ്ട്. ആ ആളെ 10:30 ആയപ്പോൾ, ആ ആളുടെ മകനെ 10:30 ആയപ്പോൾ വിളിച്ചു പറഞ്ഞു, ഇന്ന് വരുന്നില്ല, ഞങ്ങൾ പുറപ്പെടുകയാണ്, അടുത്ത തവണ വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മെന്റലിസ്റ്റ് ആദി, ബാലുചേട്ടന്റെ മറ്റൊരു സുഹൃത്ത്, ഇദ്ദേഹം ആദ്യഘട്ടം മുതൽ ഈ അന്വേഷണത്തിന്റെ കാര്യത്തിലൊക്കെ വളരെയധികം ഇമോഷണലായി പ്രതികരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്.
അത് കഴിഞ്ഞ് ദുരൂഹതയുണ്ട് എന്നൊക്കെ ഞങ്ങൾ പറയുമ്പോൾ അതിലൊന്നും ഒരു ദുരൂഹതയും ഇല്ല. ഇവർ വെറുതെ ആരോപിക്കുന്നതാണ്. കാരണം മറ്റ് ആൾക്കാരെയൊക്കെ അറിയാം, അത്രത്തോളം ബന്ധം ബാലുവുമായിട്ടുള്ളവരാണ് ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പല ലൈവുകളിലും അല്ലാതെയും ഒക്കെ പ്രതികരിക്കുന്നതും കണ്ടതാണ്. ഒരുപാട് എഫേർട്ട് ഇട്ടതിന് ശേഷം ഇദ്ദേഹവുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമായ സമയത്ത് ഇദ്ദേഹം പറഞ്ഞത് 25-ാം തീയതി രാവിലെ എറണാകുളത്ത് ഒരു ഇറ്റാലിയൻ ഡിസൈനറിനെ കാണാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ബാലു ഈ വഴി വരും എന്നാണ് എന്നോടും പറഞ്ഞിരുന്നത്. അതുകൊണ്ട് എനിക്ക് സംശയമുണ്ട്, ഞാനും അന്വേഷിക്കാം എന്നാണ് ഇദ്ദേഹം പിന്നീട് പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരു മൊഴി അദ്ദേഹം കൊടുത്തതായിട്ട് എങ്ങുമില്ല, രേഖകളിലൊന്നുമില്ല. അതേ തുടർന്ന് ഈ വ്യക്തി തന്നെ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെട്ടതായും അറിയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉള്ള സമയത്താണ് ബാലുചേട്ടന്റെ പെട്ടെന്നുള്ളൊരു തീരുമാനം, രാത്രി തന്നെ പുറപ്പെടണം എന്നുള്ള തീരുമാനം. അതും ഉറങ്ങുകയായിരുന്ന അർജുനെ ഉണർത്തി ബാലുചേട്ടൻ എടുത്തൊരു തീരുമാനം എന്നൊക്കെ പറയുന്നത് വരെ നമ്മൾ കേട്ടത്. ലക്ഷ്മിയുടെ തന്നെ സുഹൃത്തുക്കളാണ് പല ഓഡിയോ വ്ളോഗേഴ്സുമായിട്ടുള്ള സംസാരത്തിലും ഒക്കെ പറഞ്ഞത്. ഉറങ്ങുകയായിരുന്ന അർജുനെ, മരുന്ന് കഴിച്ചിട്ട് ഉറങ്ങുകയായിരുന്ന അർജുനെ ബാലുചേട്ടൻ എണീപ്പിച്ചു പോലും. ഇതേ അർജുൻ തന്നെയാണ് പറഞ്ഞത്, മരുന്ന് കഴിച്ചു എന്നറിഞ്ഞാൽ ബാലുമാൻ എന്നെ ഓടിക്കാൻ സമ്മതിക്കാറില്ല എന്നുള്ളത്. അപ്പൊ ഇവിടെയൊക്കെ തന്നെ തമ്മിൽ യാതൊരു പൊരുത്തവും ഇല്ല എന്നുള്ളത് വ്യക്തമല്ലേ. പക്ഷെ ഇതൊന്നും അനലൈസ് ചെയ്യാൻ ആർക്കും തോന്നിയിട്ടില്ല. കാരണം എന്താണ്, സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എടുക്കലോ ഇൻവെസ്റ്റിഗേഷനോ ഒക്കെ തുടങ്ങുന്നത് തന്നെ ബാലഭാസ്കറിനെ ആർക്കും കൊല്ലാൻ കഴിയില്ല, ബാലഭാസ്കറിനോട് ആർക്കും ശത്രുതയില്ല, ലക്ഷ്മിക്ക് ആരെയും സംശയമില്ല, ബാലഭാസ്കറിന്റെ കുടുംബവും ലക്ഷ്മിയും തമ്മിൽ പൊരുത്തക്കേടുകളുണ്ട്. ഇതാണ് ഇൻവെസ്റ്റിഗേഷന്റെ ബേസിസ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗോൾഡ് സ്മഗ്ലേഴ്സ് എന്ന് ലോകം തിരിച്ചറിഞ്ഞ് കൊഫെപോസ പോലെയുള്ള ഇതൊക്കെ വരെ ചുമത്തപ്പെട്ട ആൾക്കാർ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾക്ക് പോലും വിലയുണ്ട്. അവിടെയാണ് ഞങ്ങൾ ഉന്നയിച്ച കൃത്യമായ സംശയങ്ങൾ പരിശോധിക്കപ്പെടാതെ പോയിട്ടുള്ളത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ 4 പോയിന്റ്സ് ആണ് ക്രൈംബ്രാഞ്ചും CBIയും അവരുടെ ആവശ്യത്തിന് വേണ്ടിയോ അവരുടെ എളുപ്പത്തിന് വേണ്ടിയോ ആധാരമാക്കി മാറ്റിയിരിക്കുന്നത്, അടിസ്ഥാനമാക്കി മാറ്റിയിരിക്കുന്നത്. ഇതിന്റെ മേലെയാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന പ്രഹസനം തന്നെ നടന്നിരിക്കുന്നത്. ഈ കേസ് കോടതിയിൽ ഏത് വിധത്തിലാണ് മുന്നോട്ട് പോകുക എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോൾ ധാരണയുള്ള കാര്യമല്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വളരെ സത്യസന്ധനായ നീതിബോധമുള്ള ഒരു ന്യായാധിപന്റെ മുന്നിൽ എത്തുകയാണെങ്കിൽ തീർച്ചയായും ഈ കേസ് റീഓപ്പൺ ചെയ്യാതിരിക്കാൻ നിവൃത്തി ഉണ്ടാകില്ല എന്നുള്ള പൂർണ്ണമായ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ അർജുൻ എന്നുള്ളൊരു ഒറ്റ ഫോക്കസ് പോയിന്റ് മാത്രം മതി ഇത് കേസ് റീഓപ്പൺ ചെയ്യാൻ, അല്ലെങ്കിൽ വീണ്ടും അന്വേഷിക്കാൻ. ആദ്യം മുതലേ അർജുന്റെ കാര്യം വരുമ്പോൾ തീർച്ചയായും നമ്മൾ തുടങ്ങുക അർജുൻ വന്ന സമയമായിരിക്കുമല്ലോ. അർജുൻ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് ബാലുചേട്ടന്റെ കൂടെ അല്ലെങ്കിൽ ഈ ഒരു പരിസരത്തേക്ക് വന്നൊരു സാഹചര്യം, വിഷ്ണുവിന്റെ കൂടെ വന്ന് വിഷ്ണുവിനോടൊപ്പം പ്രവർത്തിച്ച ഒരു സാഹചര്യം, അതും LIC പോളിസിയും ഒക്കെ ഏകദേശം ഒരേ സമയമാണ് എന്നുള്ളതും കൂടിയൊക്കെ ചേർത്ത് വായിക്കേണ്ടി തന്നെ വരും. അപ്പൊ റീഓപ്പൺ ചെയ്യാതിരിക്കാനുള്ള സാധ്യതകളൊന്നും ന്യായമായും കാണുന്നില്ല എങ്കിൽ കൂടി കഴിഞ്ഞ തവണത്തെ CJM കോടതിയിലെ അനുഭവം ഉള്ളതുകൊണ്ട് ഞാനത് ഒന്നുകൂടി എടുത്തു പറയട്ടെ. കഴിഞ്ഞ തവണ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ CBI എല്ലാം പരിശോധിച്ചു കഴിഞ്ഞു, ഇതിലൊന്നും ഇനി സംശയിക്കാനില്ല, ക്ലിയർ കട്ടായിട്ട് ഇതൊരു വെറും ഒരു ആക്സിഡന്റ് ആണ്, പിന്നെയുള്ള ദുരൂഹതകളെല്ലാം ഈ ഫാമിലി ഇഷ്യൂസ് കൊണ്ട് മാത്രം ഉണ്ടായതാണ്, ഇങ്ങനെ പറഞ്ഞൊരു റിപ്പോർട്ട് കൊടുത്തപ്പോൾ ഞങ്ങളുടെ അഭിഭാഷകൻ ശ്രീ രാമൻ കർത്ത മുഖേന ഞങ്ങൾ തിരിച്ചു ചോദിച്ചത് ബാലുചേട്ടന്റെ ഫോണുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഉണ്ടായിട്ടുണ്ടോ, DRI നൽകിയ റിപ്പോർട്ടിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ. കാരണം DRI ആണ് സോബി ജോർജ് എന്ന ആളുടെ മൊഴി രേഖപ്പെടുത്തിയത്. അതായത് തെളിവെടുപ്പ് എന്നൊരു കാര്യം, ഒരു പ്രക്രിയ നടന്നിരിക്കുന്നത് DRIയുടെ ഭാഗത്തു നിന്ന് മാത്രമാണ്, CBIയുടെയോ ക്രൈംബ്രാഞ്ചിന്റെയോ ഭാഗത്തു നിന്ന് അത് ഉണ്ടായിട്ടില്ല. അപ്പോൾ DRIയുടെ ആ റിപ്പോർട്ട് പരിശോധിക്കപ്പെട്ടിട്ടുണ്ടോ ഈ ഘട്ടത്തിൽ എന്ന് ചോദിച്ചപ്പോഴാണ് പരിശോധിച്ചു, അതിലും ഒന്നുമില്ല എന്ന് കൃത്യമായി കോടതിക്ക് മുൻപാകെ CBIയുടെ അഭിഭാഷകൻ പറയുന്നത്. അതങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ അതിന്റെ കോപ്പി തന്നിട്ടില്ലല്ലോ എന്ന് തിരിച്ചു വാദിച്ചപ്പോഴാണ് അങ്ങനെയൊരു DRI റിപ്പോർട്ട് ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല എന്ന് CBIക്ക് സമ്മതിക്കേണ്ടി വന്നത്. കാരണം കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്ന ഏതൊരു രേഖയുടെയും കോപ്പി മറുവശത്തിനും കൊടുക്കുക എന്നൊരു നിയമവശം ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ DRIയുടെ റിപ്പോർട്ടില്ല, DRIയുമായി ബന്ധപ്പെട്ട മറ്റ് ഡീറ്റെയിൽസ് ഇല്ല,
ബാലുചേട്ടന്റെ ഫോണുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ളത് ചോദിച്ചപ്പോഴാണ് CBIയുടെ കയ്യിലും ആ ഡോക്യുമെന്റ്സ് ഇല്ല എന്ന് മനസ്സിലായത്. ആദ്യം കള്ളം പറഞ്ഞ CBI പിന്നീട് ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ഡോക്യുമെന്റ്സ് സംഘടിപ്പിച്ച് അതിന്റെ പരിശോധന നടത്തി ഇതിനകത്തും ഒന്നുമില്ല, സംശയിക്കാനൊന്നുമില്ല, എല്ലാം ക്ലിയർ ആണ് എന്ന് പറഞ്ഞ് വീണ്ടും കോടതിയിൽ വാദിക്കുന്നത്. അന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചത് തീർച്ചയായും ഈ കള്ളത്തരം പൊളിഞ്ഞതോടുകൂടി തന്നെ കോടതി കൃത്യമായി അത് നിരീക്ഷിച്ച് CBIയെ ശാസിക്കും, അല്ലെങ്കിൽ അടുത്ത നടപടിയിലേക്ക് പോകണം, അതായത് തുടരന്വേഷണം അല്ലെങ്കിൽ പുനരന്വേഷണത്തിലേക്ക് പോകണം എന്ന് പറയും എന്നാണ്. അതുണ്ടായില്ല എന്ന് മാത്രമല്ല, CBIക്ക് അനുകൂലമായ ഒരു വിധി വന്നു. സോബി ജോർജ് എന്ന സാക്ഷിക്കെതിരെ നൽകിയ കേസുമായി മുന്നോട്ട് പോകാനും കോടതിയുടെ നിർദ്ദേശം കിട്ടി. അവിടെ നിന്നാണ് ഹൈക്കോടതിയിലേക്ക് ഞങ്ങൾ പോകുന്നതും ഹൈക്കോടതിയിൽ വിധി മാറി മറിയുന്നതും. എന്തുകൊണ്ട്? കൃത്യമായി ഞങ്ങൾ കൊടുത്ത കണ്ടൻഷൻസ്, ഞങ്ങൾ കൊടുത്ത സാഹചര്യങ്ങൾ, ഡോക്യുമെന്റ്സ്, DRIയുടെ ഡോക്യുമെന്റ്സ് ഒക്കെ കോടതി പരിശോധിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം. അന്വേഷണം നടന്നിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യമായതുകൊണ്ട് മാത്രം. അവിടെ പുനരന്വേഷണം എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് വന്നിട്ടില്ല. കാരണം ഇവിടെ അന്വേഷണം പ്രോപ്പറായിട്ട് നടന്നിട്ടില്ലല്ലോ. പിന്നെന്തിനാണ് പുനരന്വേഷണം? നിങ്ങളൊരു കൺക്ലൂഷനിൽ എത്താൻ മാത്രമുള്ള അന്വേഷണം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തുടരന്വേഷണം നടത്തൂ, 3 months നൽകുന്നു എന്ന് പറഞ്ഞാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ വിധി പുറപ്പെടുവിക്കപ്പെട്ടത്. അപ്പൊ അതുപോലെ ഇനിയും ഇത് റീഓപ്പൺ ചെയ്യപ്പെടും CJM കോർട്ടിൽ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഇതിന്റെ ഇമോഷണൽ വശം ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ, ആദ്യം പറഞ്ഞല്ലോ, ബാലഭാസ്കറിന്റെ പേര് കള്ളക്കടത്തുകാരുമായി ബന്ധപ്പെട്ട് കേൾക്കാൻ താല്പര്യമില്ല എന്നുള്ളത് കൊണ്ട് മൗനം പാലിച്ചവർ ചെയ്തുകൊണ്ടിരുന്നത് മുഴുവൻ അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ്. അതവർ മനസ്സിലാക്കിയിട്ടാണോ അല്ലയോ എന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും ധാരണയില്ല. പല കമന്റ്സിലും ചോദിക്കുന്ന മറ്റൊരു കാര്യം, ജസ്റ്റ് ക്ലിയറിംഗ് ദ എയർ എന്ന് പറയുന്നത് പോലെ ഞങ്ങൾക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളും കൂടി പറയണമല്ലോ. ഒന്ന്, ബാലുചേട്ടനുണ്ടായിരുന്ന കോൺഷ്യസ് സ്റ്റേജിലായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം പറയേണ്ടിയിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് പറയട്ടെ, ബാലുചേട്ടൻ കോൺഷ്യസ് ആയിരുന്നു. ട്രക്യോസ്റ്റമി ചെയ്തതിന് ശേഷം 3ാമത്തെ ദിവസത്തെ ആ സർജറിക്ക് ശേഷം ബാലുചേട്ടൻ ലിപ് മൂവ്മെന്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴും അദ്ദേഹം വളരെ കോൺഷ്യസ് ആയിരുന്നു, അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ഓരോരുത്തരെയും തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ബാലുചേട്ടന്റെ തന്നെ കച്ചേരികൾ കേൾപ്പിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും ഓർമ്മയുണ്ട്, പുട്ടപ്പർത്തിയിലെ എന്ന് പറഞ്ഞു. എന്റെ ചേച്ചിയെ കണ്ടപ്പോഴത്തേക്ക് എപ്പോ എത്തി എന്ന് ചോദിച്ചു. അങ്ങനെ വളരെ പ്ലസന്റ് ആയിട്ട് ബാലുചേട്ടനായിട്ട് തന്നെയാണ് ഞങ്ങൾ അത്രയും ദിവസവും കണ്ടത്. ആ സമയത്തൊന്നും ബാലുചേട്ടൻ യാതൊരു രീതിയിലും ഒന്നും സംശയിച്ചില്ല, അല്ലെങ്കിൽ ബാലുചേട്ടന്റെ മുഖത്ത് മറ്റൊരു തരത്തിലുള്ള ഭാവവും കണ്ടില്ല എന്നുള്ളതിനർത്ഥം അദ്ദേഹം ഇതേക്കുറിച്ചൊന്നും അവെയർ ആയിരുന്നില്ല എന്ന് തന്നെ അങ്ങനെ തന്നെ അനുമാനിക്കാനാണ് ഞങ്ങൾക്ക് പറ്റുന്നത്. അതുകൊണ്ടാണ് ബാലുചേട്ടൻ മയങ്ങിയതിന് എന്തെങ്കിലും പ്രത്യേകം കാരണമുണ്ടോ? ആ ഒരു ഹിറ്റ് മാത്രമാണ് ബാലുചേട്ടന്റെ ഓർമ്മയിലുള്ളത്. അല്ലാതെ അതിന് മുൻപോ പിൻപോ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ബാലുചേട്ടന് യാതൊരു ധാരണയും ഉണ്ടായിരുന്നതായി ഞങ്ങൾക്ക് അവിടെ തോന്നിയിട്ടില്ല. ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന അത്രയും ദിവസം, ലാസ്റ്റ് ഡേ വരെയും ഞങ്ങൾ പകൽ കണ്ടിട്ടുണ്ട് ബാലുചേട്ടൻ. പിന്നെ ബാലുചേട്ടന്റെ കാര്യത്തില്, സംഗീതത്തിന്റെ കാര്യത്തില് ഒരു സംഗീതജ്ഞൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഡ്രീംസ്, അദ്ദേഹത്തിന്റെ സ്വപ്നം ആയിരുന്ന സ്റ്റുഡിയോ, വയലൻസ്, ഇങ്ങനെയുള്ള ചർച്ചകളും ഒക്കെ വരുമ്പോഴും നമുക്കറിയാം, ലക്ഷ്മി തന്നെ ആദ്യമായി 6 വർഷത്തിന് ശേഷം മീഡിയയിലേക്ക് വരാനുണ്ടായ ഒരു കാരണം വളരെ ക്ലിയർ കട്ടായി ലക്ഷ്മിക്കെതിരെ വന്നൊരു ആരോപണമാണ് അവരുടെ തന്നെ ഒരു മ്യൂച്വൽ സുഹൃത്തിന്റെ ഭാഗത്തു നിന്ന്. ഞങ്ങൾ അനുമാനിക്കുന്നത് അങ്ങനെയാണ്, അതുകൊണ്ടാണ് ലക്ഷ്മി വന്നത് എന്നാണ്. കാരണം അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഇതിനോടകം ലക്ഷ്മി പുറത്തു വന്നേനെ, എന്തെങ്കിലും കാര്യം അറ്റ്ലീസ്റ്റ് പേഴ്സണൽ ലെവലിലെങ്കിലും ലക്ഷ്മി ഒരു കമ്മ്യൂണിക്കേഷന് ശ്രമിച്ചേനെ എന്നാണ് ഞങ്ങൾ കരുതുന്നത്. പക്ഷെ അതിനെ ശ്രമിക്കാതെ ഈ ഒരു ഘട്ടത്തിൽ വന്നത് ലക്ഷ്മി തന്നെ അതിനകത്ത് പറയുന്നുണ്ട്. കുറച്ചുപേരിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു, ചിലരിൽ നിന്ന് പ്രതീക്ഷിക്കാത്തതും സംഭവിച്ചു എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ, ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങൾ ചില തെളിവുകൾ സഹിതം ഓഡിയോ ആയിട്ടും വീഡിയോ ആയിട്ടും മെസ്സേജസ് ആയിട്ടും സ്ക്രീൻഷോട്ട്സ് ആയിട്ടും ഒക്കെ 2019 മുതൽ ഞങ്ങളുടെയൊക്കെ പക്കൽ കിട്ടുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ വ്യക്തി തന്നെ ഇതൊക്കെ എന്നോടും ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ ഒരിക്കലും അത് പബ്ലിക് ആക്കിയിട്ടില്ല, ആക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുമില്ല. കാരണം അന്നേരത്തോടെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ക്രൈം നടന്നു, അല്ലെങ്കിൽ ഗോൾഡ് സ്മഗ്ലിങ്ങുമായി ബന്ധപ്പെട്ടവർ തന്നെയാണ് ഞങ്ങൾ സംശയിച്ചവർ എന്നുള്ളത് തെളിവ് സഹിതം പുറത്തു വന്നതാണല്ലോ.
അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഫാമിലി ഇഷ്യൂസിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക, അല്ലെങ്കിൽ ബാലുചേട്ടന്റെ ആക്രി സാധനങ്ങളിൽ നിന്ന് വയലിനെ പറഞ്ഞു, അവൻ ചിരച്ചുണ്ടാക്കിയതിന് വേറെ അവകാശികളൊന്നും ഇല്ല എന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്നതൊക്കെ ലക്ഷ്മി പറഞ്ഞതാണോ അല്ലയോ എന്നുള്ളതൊക്കെ തെളിയിക്കേണ്ടത് ഇതൊക്കെ ആരോപണങ്ങളായി പുറത്തുവിട്ട ആളുടെ ബാധ്യതയാണ്, ഞങ്ങളുടേതല്ല. എന്നിരുന്നാലും അന്ന് അതൊക്കെ കേട്ടപ്പോൾ പോലും ഓരോരുത്തരുടെ സാഹചര്യം എന്താണ്, കൃത്യമായി അവരിയ്ക്കുന്ന അവസ്ഥ എന്താണെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അതേക്കുറിച്ച് മിണ്ടണ്ട എന്നുള്ളത് തന്നെയാണ് ബാലുചേട്ടന്റെ അമ്മയും അച്ഛനും അമ്മാവനും ഞങ്ങളും ഒക്കെ എടുത്തൊരു തീരുമാനം. അന്ന് പബ്ലിക് ആയിട്ട് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് കേസിന്റെ കാര്യങ്ങൾ മാത്രമായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു മറുവശത്ത് ബാലഭാസ്കർ എന്ന വ്യക്തിയുടെ സ്വപ്നമായിരുന്ന സ്റ്റുഡിയോയെ കുറിച്ച് അത് മുഴുവൻ ഫംഗസ് കയറി നാശാവസ്ഥയിലാണ് എന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ തന്നെ വന്ന് പറയുന്ന സമയം മുതലേ ഞങ്ങൾക്കത് ഒരുപാട് വേദന നൽകിയിരുന്ന കാര്യമാണ്. ബാലുചേട്ടന്റെ സ്വപ്നമായിരുന്നു ആ സ്റ്റുഡിയോ. അതുപോലെ ബാലുചേട്ടൻ വാങ്ങിയിരുന്ന ഓരോ വയലിനും വാങ്ങിയിരുന്നു എന്നിരുന്നാൽ പോലും അതൊക്കെ ഒരു അച്ചീവ്മെന്റ് ആയിട്ടാണ് അദ്ദേഹം കരുതിയിരുന്നത്. ഓരോ പടി ഉയരുന്ന ആസ് എ വയലിനിസ്റ്റ് അദ്ദേഹം കയറുന്ന പടികളുടെ തെളിവായിട്ടായിരുന്നു ഓരോ വയലിനും ഓരോ എൻഡോഴ്സ്മെന്റും അദ്ദേഹം കരുതിയിരുന്നത്. അപ്പൊ ആ വയലിനുകളൊക്കെ നാശമാകുന്നു എന്നൊക്കെ കേൾക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. വല്യമാവൻ പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ഗുരു എന്ന നിലയിൽ ബാലഭാസ്കറിനെ ആ വയലിനിസ്റ്റ് ആക്കിയ ആള് എന്ന നിലയിൽ ആരെങ്കിലും ഒരാൾ ഇതെന്ത് ചെയ്യണം എന്നൊരു ചോദ്യവുമായി എന്തെങ്കിലും വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു ഒരു ഏറെക്കാലം. പിന്നീട് ആ പ്രതീക്ഷയൊക്കെ അസ്ഥാനത്താണ് എന്ന് അദ്ദേഹവും മനസ്സിലാക്കിയിരുന്നു. അന്നൊന്നും ഞങ്ങൾ ഇതേപ്പറ്റി ഒന്നും മിണ്ടാൻ തന്നെ ധൈര്യം കാണിച്ചില്ല. കാരണം ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു ഒന്നും പറയാതെ തന്നെ ഞങ്ങൾ പ്രശസ്തിക്ക് വേണ്ടി, സ്വത്തിന് വേണ്ടി, ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി എന്നൊക്കെ ആരോപണങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ഇതുപോലെ എന്തെങ്കിലും സൂചിപ്പിച്ചാൽ അതിനപ്പുറമായിരിക്കുമല്ലോ ഇനിയുള്ള ഡൈവേർഷൻസ് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ അതൊന്നും ഒരു കാലത്തും ഞങ്ങൾ അതേപ്പറ്റി ഒന്നും പറയാതിരുന്നത്. പക്ഷേ ബാലഭാസ്കർ എന്നുള്ള വ്യക്തിയോട് സ്നേഹമുള്ളവരായിരുന്നു കൂടെ ഉണ്ടായിരുന്നതെങ്കിൽ ബാലുചേട്ടന്റെ അമ്മയും അച്ഛനെയും കൃത്യമായി തിരിച്ചറിഞ്ഞേനെ. കാരണം ബാലുചേട്ടന്റെ ലാസ്റ്റ് ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളിലും ബാലുചേട്ടന്റെ അമ്മയും അച്ഛനും ചേച്ചിയും ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവർക്കറിയാവുന്നതാണ്. അതിന് ഏറ്റവും വലിയ സാക്ഷിയായിട്ട് കൂടെ ഉണ്ടായിരുന്നത് പ്രകാശ് തമ്പിയാണ്. പ്രകാശ് തമ്പി ഒരിടത്ത് പോലും അതേപ്പറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ബാലുചേട്ടൻ മീര ചേച്ചിയെ അവസാനം ആ ക്ലിനിക്കിലേക്ക് ബാലുചേട്ടൻ കൊണ്ടുപോയതും അവിടുത്തെ കാര്യങ്ങൾ ഞാനില്ലെങ്കിലും നീ നോക്കിക്കോണം എന്ന് പറഞ്ഞ് പ്രകാശ് തമ്പിയെ ഏൽപ്പിച്ചതും ഇതുമൊക്കെ അറിയാമെന്നിരിക്കെ പ്രകാശ് തമ്പി അതേപ്പറ്റി സംസാരിക്കുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ അയാളുടെ പോലെ തന്നെ അറിയാവുന്ന മറ്റുള്ളവർ അതേപ്പറ്റി സംസാരിക്കുന്നില്ല എന്നുള്ളതൊക്കെ കൃത്യമായി അവർക്കൊരു അജണ്ട ഉണ്ട് എന്നുള്ളതിനുള്ള തെളിവാണ്. അച്ഛൻ സഹകരിച്ചിരുന്നു കുറച്ചു കാലം, വന്നിരുന്നു കുറച്ചു കാലം എന്നൊക്കെ സൗകര്യപൂർവ്വം പറയുമ്പോഴും അങ്ങനെ വെറും ഒരു സഹകരണമോ ഒരു വിസിറ്റോ ആയിരുന്നില്ല. അച്ഛനാണ് അവിടെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിരുന്നത് എന്ന് പറയാതിരിക്കാൻ എടുത്ത ആ ഒരു എഫേർട്ട് ഉണ്ടല്ലോ. അമ്മയുടെ ഇതെല്ലാം ഇപ്പോഴും കണ്ടില്ലേ, ലൈവായിട്ട് നിങ്ങൾ തന്നെ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉള്ള ആ ഒരു വൈരാഗ്യമുണ്ടല്ലോ. അമ്മയോട് ചോദിക്കുമ്പോൾ ഇന്നല്ല നാളെയാണെങ്കിലും നടന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അത് തന്നെ അമ്മയ്ക്ക് പറയാനുണ്ടാവുള്ളൂ. അമ്മയ്ക്കെന്നല്ല, അതുമായി ബന്ധപ്പെട്ട ആർക്കാണെങ്കിലും സത്യമായി പറയുന്ന ആർക്കും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ഇവിടെ ആരും അസഭ്യം പറഞ്ഞിട്ടില്ല, ആരെയും ശപിച്ചിട്ടില്ല, മോശമായി പറഞ്ഞിട്ടില്ല, അനുഭവങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഇമോഷണൽ വശങ്ങളും ഒക്കെ വെച്ച് മറ്റൊരു വലിയൊരു കാര്യം എന്ന് പറയുന്നത്, അമ്മ പറഞ്ഞു ബാലുവിന്റെ ജീവിതം ഒരു പരാജയമാണ് എന്ന് പറഞ്ഞു. ഇതുപോലെ പറയാൻ പാടുണ്ടോ? ബാലഭാസ്കർ നിങ്ങൾക്കാണ് ഒരു സെലിബ്രിറ്റി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുടുംബത്തിലെ ഒരു അംഗമാണ്. ആ അമ്മയ്ക്കും അച്ഛനും ഒരു മകനാണ്. ഉത്തരവാദിത്ത ബോധം വേണ്ടത്ര ഇല്ലാതായിപ്പോയൊരു മകനാണ്. ചേച്ചിക്കൊരു സഹോദരനാണ്. അതും വളരെ പൊസസീവായിരുന്ന ഒരു ചേച്ചിയാണ് ഏറെക്കാലം. എന്നിട്ടാണ് അവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഒരു നീണ്ട കാലം പോയത്. എന്നിട്ട് ആ ചേച്ചിയിലേക്ക് തിരിച്ചു വന്ന ഒരാളാണ്. ആ ചേച്ചിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഏറെ ആഗ്രഹിച്ച ഒരാളാണ് ബാലുചേട്ടൻ. അപ്പോൾ ആ ബാലുചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ഞങ്ങൾക്കൊരു കുടുംബാംഗമാണ്. അതല്ലാതെ മാറ്റി നിർത്തിയാൽ അദ്ദേഹം ഒരു മ്യൂസീഷ്യനാണ്. ആ മ്യൂസീഷ്യന്റെ വളർച്ച അദ്ദേഹത്തെ ഒരു
മ്യൂസിഷ്യൻ എന്ന രീതിയിൽ അറിയുന്ന ഓരോരുത്തർക്കും കൃത്യമായി അറിയാം അദ്ദേഹത്തിന്റെ കപ്പാസിറ്റി എന്താണ്, അദ്ദേഹത്തിൽ നിന്ന് വരേണ്ടിയിരുന്ന ക്ലാസിക്സ് എന്താണ്, അദ്ദേഹത്തിന്റെ അതിന്റെ ലെവൽ, ആ മ്യൂസിഷ്യൻഷിപ്പിന്റെ ലെവൽ എത്രത്തോളം ഉയരേണ്ടതായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തെ ഒരു മ്യൂസീഷ്യനായി തന്നെ അസസ് ചെയ്ത് ആർക്കും പറയാവുന്നതേ ഉള്ളൂ. അവിടെ ഒരു സാധാരണ ഒരു സെലിബ്രിറ്റിയെ കാണുന്ന രീതിയിലോ അയാൾ ഫേമസ് ആണ്, അയാളെ അറിയാത്തവരുണ്ടോ, ലോകം മുഴുവൻ അയാൾക്ക് ആരാധകരുണ്ട്, അയാൾ വന്നു കഴിഞ്ഞാൽ ഹീസ് എ ക്രൗഡ് പുള്ളർ എന്നൊക്കെ പറയുന്ന ഒരു രീതി എന്ന് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ അച്ചീവ്മെന്റ് ആയിരിക്കും. തീർച്ചയായും അച്ചീവ്മെന്റ് അല്ല എന്നും പറയുന്നില്ല. പക്ഷേ അതിലും ഉപരിയായി ആ വ്യക്തിയെ കൃത്യമായി അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ബാലുചേട്ടന്റെ തന്നെ സൃഷ്ടികളിൽ ക്ലാസിക്സ് എന്ന് പറയുന്നതെല്ലാം ബാലുചേട്ടന്റെ ആ ഒരു 17, 18, 19 വയസ്സിൽ വന്നതാണ്. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ തന്റേതായ രീതിയിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള രീതിയിൽ സിനിമാ ഗാനങ്ങൾ വായിച്ചു, അല്ലെങ്കിൽ അവിടെയും ഇവിടെയും കുറച്ച് എന്താ പറയുക പുതിയ സിംഫണീസ് ഉണ്ടാക്കി, അല്ലെങ്കിൽ 2-3 പീസസ് ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ സൂര്യ മ്യൂസിക് ഓർക്കുന്നത് പോലെയോ നിനക്കായിലെ ആൽബത്തിലെ പാട്ടുകൾ ഓർക്കുന്നത് പോലെയോ ഒക്കെ അദ്ദേഹത്തെ ഓർക്കാൻ മാത്രം മറ്റൊരു സൃഷ്ടി അദ്ദേഹത്തിൽ നിന്നുണ്ടാകാൻ സാഹചര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആഗ്രഹിച്ചിരുന്നതും പക്ഷെ അതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തിരിച്ച് ഷോസ് നിർത്തി, യാത്രകൾ നിർത്തി, ആരോഗ്യത്തിന്റെ കാര്യമൊക്കെ ശ്രദ്ധിച്ച് ഇനി ഞാൻ റിട്ടയർമെന്റിലേക്ക് പോവുകയാണ്, കച്ചേരികൾ ചെയ്യുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവുകയാണ്, പഠിക്കാനും പഠിപ്പിക്കാനും പോവുകയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞത്. ഈ ആരോഗ്യമില്ലാത്ത അവസ്ഥ, ബാലുചേട്ടന് വയലിൻ പിടിച്ചുകൊണ്ട് വായിക്കുന്ന രീതി കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ബാലുചേട്ടൻ തോളിന്റെ വേദന, കൈയുടെ വേദന സ്ഥിരമായി 2018 വരെയും എല്ലാ ആശുപത്രികളിലും കയറി ഇറങ്ങിയിരുന്ന ഒരാളാണ്. അത് നേരിട്ട് ഞങ്ങൾക്കും അറിയുന്ന കാര്യമാണ്. പൂന്തോട്ടത്തിലെ ചികിത്സ കൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് പരിചയപ്പെട്ടതെന്നൊക്കെ പല വാർത്തകളും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ചികിത്സ കൊണ്ടൊന്നും ഒരിക്കലും ബാലുചേട്ടന് യാതൊരു മെച്ചവും ഉണ്ടായിരുന്നില്ല. ഈ വേദന തുടരുക തന്നെ ചെയ്തിരുന്നു. അത് ബാലുചേട്ടന് ഒരുപാട് അലട്ടിയിരുന്നു പല പരിപാടികളിലും. കാരണം ഇതേ ഷോസ് ബാക്ക് ടു ബാക്ക് ചെയ്യുക എന്നുള്ളതാണല്ലോ. വിഷമം തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബാലുചേട്ടന്റെ അമ്മയും അച്ഛനും വല്യമാവനും ഒക്കെ ഗവൺമെന്റ് സർവൻസ് ആയിരുന്നത്, ആ ഗവൺമെന്റ് സർവീസിലായിരുന്നത് കൊണ്ട് തന്നെ ഒരു സ്ഥിര വരുമാനം എന്നുള്ള ഒരു ബാക്ക് ഓഫ് ദ മൈൻഡ് ബാലുചേട്ടന്റെ മനസ്സിലും അതുണ്ടായിരുന്നു. സ്ഥിര വരുമാനം ഇല്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഉള്ള ആ ഒരു ജീവിത നിലവാരം അങ്ങനെ തന്നെ തുടരണം എന്നുണ്ടെങ്കിൽ ബാക്ക് ടു ബാക്ക് ജോലി ചെയ്യുക അല്ലെങ്കിൽ ഷോസ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്ന ഒരു ഓപ്ഷൻ. അതിനുവേണ്ടി ഒരുപാട് ഷോസ് അദ്ദേഹം നിരന്തരം ചെയ്തിട്ടുണ്ട്. ഒരു വെറും വയലിനിസ്റ്റിന് ഇത്രത്തോളം കോടികളൊക്കെ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നവർക്കും ഈ ഫീൽഡിനെ കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതും കൂടി പറയട്ടെ. കാരണം ബാലുചേട്ടന് മാത്രമായി തന്നെ കയ്യിൽ കിട്ടിയിരുന്ന കാശിനെ കുറിച്ച് കൃത്യമായ അറിവുള്ളവരുണ്ട്. ബാലുചേട്ടൻ എത്രത്തോളം ഷോസ് ചെയ്തിരുന്നു, ആ ഷോസിന്റെ നിലവാരം എന്തായിരുന്നു എന്നുള്ളതും ഒക്കെ കൃത്യമായിട്ട് അറിയുന്നവർക്കൊന്നും അങ്ങനെയുള്ള സംശയങ്ങളൊന്നും ഉണ്ടാകില്ല. പക്ഷേ ഈ ബാക്ക് ടു ബാക്ക് ഷോസ് ചെയ്ത് അദ്ദേഹം തന്നെ എത്രത്തോളം മടുത്തിരുന്നു എന്നുള്ളത് കുടുംബം അറിഞ്ഞൊരു കാര്യമാണ്. പ്രത്യേകിച്ചും ബാലുചേട്ടന്റെ ഗുരു അറിഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ലാസ്റ്റ് പോകാൻ നേരത്ത് ഞാൻ ഷോസ് നിർത്തുകയാണ്, ഇനി പഠിത്തവും പഠിപ്പിക്കലും ഒക്കെ വേണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത്. 2018 തന്നെ ഫെബ്രുവരി വാലന്റൈൻസ് ഡേയിൽ ന്യൂസ് 18 അദ്ദേഹം നൽകിയ ഒരു ഫീച്ചർ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ആസ് എ കമ്പോസർ ഒരു കച്ചേരി ചെയ്യുന്ന ഒരാൾ എന്ന നിലയിലൊക്കെ സ്വയം ചലഞ്ച് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം, ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്യാനുള്ള അവസരങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ ദ മ്യൂസീഷ്യൻ ഇൻ ദാറ്റ് പേഴ്സൺ ഇസ് ഡെഡ് എന്ന് തന്നെയാണ് പൊതുവേ പറയാൻ കഴിയുക. അത് ഞങ്ങളുടെ ഫാമിലിയിലെ മ്യൂസീഷ്യൻസിനെ എല്ലാവരെയും പരിശോധിച്ചറിയാം. അവരൊക്കെ ക്രിയേറ്റേഴ്സ് ആയിരുന്നു ശരിക്കും. അതുകൊണ്ട് തന്നെ ബാലുചേട്ടൻ അനുഭവിച്ചിരുന്ന വീർപ്പുമുട്ടലിനെ പറ്റി നല്ലൊരു ധാരണ മ്യൂസീഷ്യൻസിന് മനസ്സിലാകും. അപ്പോൾ ബാലുചേട്ടന്റെ ജീവിതം ആരോഗ്യമില്ല, സ്ട്രെസ് ഒഴിയുന്നില്ല, സംതൃപ്തിയില്ല, ചെയ്യുന്ന ജോലിയിൽ സംതൃപ്തിയില്ല, ചെയ്യേണ്ടതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, നല്ല സുഹൃത്തുക്കളില്ല, വിശ്വാസമുള്ളവർ കൂടെയില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കൃത്യമായി കണ്ടുകൊണ്ടിരുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ആ കൺസേൺ ആണ് ബാലുചേട്ടൻ്റെ അമ്മ പറഞ്ഞത് പരാജയമായിരുന്നു അവൻ്റെ ജീവിതം എന്ന് പറയേണ്ടി വരും എന്നുള്ളത്. ആ ജീവിതത്തിന് മാർക്കിടാൻ ആ അമ്മയിൽ കവിഞ്ഞ് വേറൊരാൾ ഇല്ല എന്ന് തന്നെ പറയും. ഉറച്ച ബോധത്തോടെ തന്നെയാണിത് പറയുന്നത്. എന്തൊക്കെയായാലും ഈ പറഞ്ഞ ഒരുപാട് ദുരൂഹതകൾ നിലനിൽക്കുമ്പോൾ കേസ് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കോടതിയിലേക്ക് പോകുമ്പോൾ കോടതിയിൽ ചെന്നത് അതിന് എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ തൽക്കാലം ധാരണയില്ലാതിരിക്കുമ്പോൾ
ഞങ്ങളുടെ കയ്യിലുള്ള പൊതുവേദിയിൽ ചർച്ച ചെയ്യാൻ കഴിയുന്ന ഇൻഫർമേഷൻസ് എല്ലാം ഇവിടെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വളരെ വാലിഡായിട്ട് എല്ലാവരോടും പറയണം എന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഒരു വീഡിയോ ആയി വരാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. മുന്നോട്ട് എങ്ങനെയാണെങ്കിലും ഞങ്ങൾ എടുക്കുന്ന റിസ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ തന്നെയാണ് ഈ സംസാരിക്കുന്നത്. അതൊരു വെറും ബോധ്യം എന്നുള്ളതല്ല, അതിനി അനുഭവത്തിലേക്ക് വരുന്നത് എന്നാണ് എന്നുള്ള കാത്തിരിപ്പാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഞങ്ങൾ ആരോപണം ഉന്നയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞ കള്ളക്കടത്തുകാരുണ്ട്, അവർക്ക് പിന്നിലുള്ള പവർ ഹൗസുകളുണ്ട്, അന്വേഷണ ഏജൻസീസ് ഉണ്ട്, അതിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഒരുപക്ഷെ ജുഡീഷ്യറി പോലും ചില ഘട്ടങ്ങളിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് പറയേണ്ടി വരുന്ന ഒരു ഗതികേടെന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് സമ്മാനിച്ചതും ഇവരൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ ഈ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ചില സത്യങ്ങളെ വെളിവാക്കാൻ കഴിയൂ എന്നുള്ള ബോധ്യത്തിലാണ് ഇത്രയും പറഞ്ഞു വെക്കുന്നത്. സാധാരണക്കാർ സത്യം എന്താണെന്ന് മനസ്സിലാക്കുന്നവർ കൂടെ നിൽക്കുക, പ്രാർത്ഥിക്കുക. ജസ്റ്റിസ് ഫോർ ബാലഭാസ്കർ അതിനുവേണ്ടി ഒപ്പമുണ്ടായിരിക്കും എന്നുള്ള പ്രതീക്ഷയോടെ തൽക്കാലം നിർത്തട്ടെ. നമസ്തേ.